ഞാൻ പല ആളുകളോട് സംസാരിക്കുമ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത്, ചില കാര്യങ്ങൾ ചില ആളുകൾ അറിയുകയോ അല്ലെങ്കിൽ ചില രഹസ്യങ്ങൾ ചില ആൾക്കാരോട് പറയുകയോ ചെയ്യാറുണ്ട്. അത് അല്ലെങ്കിൽ അവർ കാണുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു വിഷയം മറ്റൊരാൾ കാണുകയോ ചെയ്താൽ അത് അയാളുടെ ജീവിതത്തിലേക്ക്, അയാളുടെ മനസ്സിലേക്ക് ചേക്കേറാനുള്ള ഒരു പാലമായി മാറാറുണ്ട്. കാരണം അത് വെച്ചാണ് നമ്മളിങ്ങനെ ഈ മെഴുകുതിരി പോലെ ഇങ്ങനെ, കാരണം മെഴുകുതിരി ഉരുങ്ങുന്നത് കണ്ടിട്ടുണ്ടല്ലോ, മെഴുകുതിരി അതിൻ്റെ ഉള്ളിലെ നൂലിലാണ് തീ പിടിക്കുക. ആ നൂലുള്ളത് കൊണ്ടാണ് ആ മെഴുകുതിരി എന്ത് ചെയ്യുന്നത്, ഉരുകി 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 തീരുന്നത്. എന്നതുപോലെയാണ് ചില ആളുകൾ ചില വിഷയങ്ങൾ അവരുടെ മനസ്സിൽ കയറ്റി വെച്ചുകൊണ്ട് ഉരുകി 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 ഇങ്ങനെ തീരുകയാണ്. അതിന് മാറ്റം വരുത്തണം. നമ്മുടെ വിഷയങ്ങൾ അത് എത്ര വലുതാണെങ്കിലും അത്തരം വിഷയങ്ങളെ പരിപൂർണമായി ഒഴിവാക്കിയാലാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിന്താഗതിയിലേക്ക് മാറാനും നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തെ പരിപോഷിപ്പിക്കാനും നമുക്ക് കഴിയും. അതുകൊണ്ട് ഒരു കാരണവശാലും മെഴുകുതിരിയുടെ നൂല് പോലെയുള്ള ഒരു തരത്തിലുള്ള വിഷയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരരുത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരു കാരണവശാലും മെഴുകുതിരി പോലെയുള്ള ഒരു വസ്തുവിനെയും നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയേണ്ട വിഷയങ്ങൾ ആ സമയത്ത് പറഞ്ഞു തീർത്താൽ അത് അവിടെ കൊണ്ട് അവസാനിക്കും. അല്ലെങ്കിൽ തീ ഈ മെഴുകിനെ ഉരുക്കുന്നത് പോലെ ആരോ ഒരാൾ നമ്മുടെ ഈ വിഷയം ചൂഷണം ചെയ്തുകൊണ്ട് നമ്മൾ നീറി കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിന് മാറ്റം വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ വിഷയം പറഞ്ഞവസാനിപ്പിച്ച് അവിടെ കൊണ്ട് തീർക്കുക. നമ്മുടെ പുരോഗതി അവിടെ നിന്ന് തുടങ്ങും.